السلام عليكم ورحمة الله تعالى وبركاته. بسم الله والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بفائزين أما بعد. ಸಮಯ 5+1. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين أما بعد. ഇന്നത്തെ ഫസ്ലു ഫീ സ്വലാത്തിൽ ജുമാ നിസ്കാരത്തെ വിഷയമായിട്ട് നിങ്ങൾ വീണ്ടും ക്ലാസ് എടുക്കുകയുണ്ട്. ജുമാ നിസ്കാരം ആറുകളെ നിസ്കരിക്കണം, ജുമാ നിസ്കാരത്തിൽ എത്ര ആള് വേണം, അങ്ങനത്തെ വിഷയത്തിൽ ചെറിയൊരു മസ്അല ഞാൻ ചൊല്ലുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഫസ്ലു ഫീ സ്വലാത്തിൽ ജുമാ നിസ്കാരത്തിൽ വ്യാഖ്യാനിച്ച് പറയുന്ന ഫസ്ലാണ്. ഈ ജുമാ ചൊല്ലിനെങ്കിൽ ആ ജുമാ ചൊല്ലിനെങ്കിൽ അത് ഫർള് കിഫായ ഫർള് കിഫായ ഫർള് അയിനായിട്ട് ജുമാ ചൊല്ലത്. ഫർള് അയിന് ചൊല്ലിനെങ്കിൽ എല്ലാ ഓരോരുത്തരായിട്ട് എല്ലാ ഓരോ മനുഷ്യാക്കണായിട്ട് ഫർള് അയിന്. ഫർള് കിഫായ ചൊല്ലിനെങ്കിൽ ആരായെങ്കിൽ ഓർത്താക്കെങ്കിൽ എല്ലാരും കിട്ടിയ പ്രതിഫലമായിട്ട് ഫർള് കിഫായ. അതേ ജുമാ ചൊല്ലത് അത് ഫർള് അയിനായിട്ട് അത് ഒരുത്തനാകുനായിട്ട് അത് ഓർത്താക്കെങ്കിൽ എല്ലാരും കിട്ടിയതല്ല, അതായിട്ട് ഫർള് അയിന്. ഈ ജുമാ ചൊല്ലത് അതെപ്പ ജുമാ ഷർത്തായിടെ ആ ജുമാ ചൊല്ലത് ആ ജുമാന്റെ ഷർത്തുകൾ ഒരുമിച്ച് കൂടുന്ന അവസരത്തിലായിട്ട് ജുമാ നിസ്കാരം ഫർളായിനായിട്ട് വേണ്ടി. അപ്പൊ ജുമാ നിസ്കാരത്തെ ഷർത്ത് എന്തെല്ലായിട്ടിക്കു ഒന്നായിട്ട് ജുമാ നിസ്കാരത്തെ ഷർത്ത് ഒരു റായത്തില് കണക്കാക്കിക്കത്തൊരു ആൾമാർ ആ ജാഗ്യലിക്കും. അങ്ങനെ ചൊന്നെങ്കിൽ റായായിട്ട് ഈ റായത്തില് കണക്കാക്കിങ്കത്തെ അതേ റായത്തുള്ളെങ്കത്തെ അതേ ജാഗ്യല് അകകെട്ടി വാർക്കലെങ്കത്തെ ഒരു റായത്തില് കണക്കാക്കിയുള്ളെങ്കത്തെ ഒരു ആലിക്കൊന്നുണ്ടായിരിക്കും ഒരു ജുമാന്റെ ഷർത്ത്. ഇനി രണ്ടാമത്തെ ഷർത്ത് ഒരു റായത്ത് ഒരേ ടൈമിൽ രണ്ട് ജുമാ നടക്കുക തീരാ. എങ്ങനെ ചൊന്നെങ്കിൽ രണ്ട് ജുമാ നടക്ക എപ്പോ ചൊന്നെങ്കിൽ ഒരു റായത്തിൽ രണ്ട് ജുമാ നടക്കട എപ്പോ ചൊന്നെങ്കിൽ ഒരു ജുമാ നടക്കുമ്പോഴത്തേക്കു ആ പല്ലില് ആള് കൂടു. അവിടെ ആള് കൂടിയ ടൈമില് കൊറേ ആള് നിസ്കരിക്കുക ആവില്ല. അപ്പോഴായിട്ട് രണ്ട് ജുമാ നടത്തുക സാധ്യമാവുള്ളൂ. എങ്ങനെ ചൊന്നെങ്കിൽ ആ ഫസ്റ്റ് കുത്തുബോധിത്ത് നിസ്കരിച്ചിട്ട് നെക്സ്റ്റ് രണ്ടാമത്തെ കുത്തുബ വിളിച്ചിട്ട് രണ്ടാമത്തെ ആൾമാര് ബാക്കിയുള്ള ആൾമാർ നിസ്കരിക്കുന്നു. അങ്ങനെ മാത്രം ആൾമാര് രണ്ട് പക്ക ജുമാ ആക്കുക മാത്രം സാധ്യമില്ലേ, അത് ജുമാന്റെ ഷർത്തായിട്ട്. മൂന്നാമത്തെ ജുമാ ലുഹറു ടൈമിലായിട്ട് വേണം. ജുമാ ചൊല്ലത് ലുഹറു ബാങ്കയിൽ പിന്നെ ആ ലുഹറു ടൈമിൽ ജുമാ നമുക്ക് ആ ടൈമിൽ നമുക്കായിട്ട് വേണം. പിന്നെ ജുമാ ചൊല്ലത് നാപ്പാലിനെ കുറിച്ചിട്ട് നാപ്പാല് ആ ജുമാക്ക് നമുക്ക് വേണം. അതിലാണ്ട് മുപ്പത്തൊലിമ്പായെങ്കും ജുമാ ശരിയാവില്ല. ഭർത്തി നാപ്പാല് ജുമാ നിസ്കാരത്തിന് വേണം. പിന്നെ ജുമാ ചൊല്ലത് അത് ജമാഅത്തായിട്ട് നിസ്കരിക്കണോ, ജമാഅത്താവാണ്ട് നിസ്കരിക്കുക ആവല. ജുമാ ചൊല്ലത് ജമാഅത്തായിട്ട് ജൻറക്കാത്ത് ജുമാ നിസ്കരിക്കണോ. ഇതിനകത്ത് ജുമാന്റെ ഷർത്തായിട്ട് ഒരു ഷർത്ത് ജുമാ ചൊല്ലത് രണ്ട് സ്വഹിയായ കുത്തുബായൽ പിന്നായിട്ട് അവനക്ക് നിസ്കരിക്കൂലേ, അത് ജുമാന്റെ ഷർത്തായിട്ട് ഇപ്പൊ ഞാൻ ചൊല്ലി. ആ ജുമാന്റെ ഷർത്ത് ചൊല്ലത്
இந்த ഇജ്തിമായി ഷറാഹിയ ആ ജുമാന്റെ ഷർത്ത് ഒരുമിച്ച് കൂടി അവസരത്തിലായിട്ട് ജുമാ ഫർലൈനായിട്ട് വണ്ടേ ഇന്ന് ജുമാ ഓടെ ഫർലായെ ഫുറിലത്ത് ബി മക്കത്ത ജുമാ ചൊല്ലുന്നത് മക്കയിലായിട്ട് ഹിജ്റ രണ്ടാമത്തെ വർഷത്തിൽ മക്കത്തിൽ ഫർലായിട്ട് കിട്ടിയത് ജുമാ ചൊല്ലുന്നത് ആ ജുമാ രണ്ടാമത്തെ വർഷത്തിൽ നമുക്ക് മക്കത്തിൽ ഫർലായിട്ട് കിട്ടിയത് വലം തുഖബൽ ബിഹാ എങ്കിൽ ആ ജുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജുമാ മക്കത്തിൽ നിസ്കരിച്ചിട്ടില്ല എന്തേ കാരണം എന്തുണ്ടാ ഔടുള്ളെങ്കിത്തെ ആൾമാർ ഔടുള്ളെങ്കിത്തെ ശത്രുമാർ നിസ്കരിക്കൂ എന്ത് നിസ്കരിച്ചങ്ങ വന്ന് ഉപ്പർദാക്കുവാർ ചെന്നിട്ടു അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടില്ല ഇങ്ങനെ എന്ത് ചെന്നാൽ അതതി ഫഖദി അതല്ലാണ്ടും ലിഫഖദിൽ അതതി എണ്ണമില്ലാണ്ടായതിനു വേണ്ടി മക്കത്തിലാണ്ട് ജുമാ കിട്ടിയപ്പ ജുമായുടെ നമുക്ക് ഫർലായപ്പ ആ മക്കത്തിൽ ആൾമാരില്ലാത്തത് കൊണ്ട് ജുമാ നമുക്ക് നിസ്കരിക്കുക നമുക്ക് ജുമാ കിട്ടിയിട്ടില്ല അതല്ലാണ്ടും ജുമാന്റെ ഷിഹാർ എന്ന് ചെന്നെങ്കിൽ ജുമാ നമുക്ക് ലാഹിറായിട്ട് കാണുന്നു ജുമാ ചൊല്ലത് എല്ലാവർക്കും ജുമാണ്ടൊന്ന് ಗೊತ್ತಾವನದು ലാഹിറായിട്ട് കാണുന്നതായിട്ട് ജുമാന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മക്കത്തിൽ നിസ്കരിക്കാണ്ടോടെ മറഞ്ഞവരായിരുന്നു ഒരുമൊത്തിങ്ങനെ ആരോ ಗೊತ್ತಾത്ത ഒരുമൊത്തി തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇന്ത് ശത്രുമാരുള്ളത് കൊണ്ട് ಆನಿಗೂ ಮಾತ್ರ ಪೆಂಡಿಂಗ್ ಜುಮಾ ನಿಸ್ಕರಿಗೋ ಬರೋದು ಪರ್ಲಿಗೆ ಬರೋ ಫರ್ಲಿಲ್ಲ ജുമാ നിസ്കാര ചൊല്ലത് പെണ്ണിങ്ങോ ഫർലില്ല എന്താ ചെന്നെങ്കിൽ അത് ഹദീസ് ഉള്ളതിന് വേണ്ടി ആയിട്ടിക്കട് അൽ ജുമാഅത്തു ഹഖ്ഖുൻ വാജിബുൻ ജുമാ ചൊല്ലത് ഹഖ്ഖായിട്ടിക്കട് വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമിനും ജുമാ നിസ്കാര നിർബന്ധമായിട്ടിക്കട് ഇപ്പോ ഫീ ജുമാഅത്തി ഫീ ജുമാഅത്തി ഇല്ല അർബഅത്ത നാലാൾക്ക് മാത്രം ജുമാ നിസ്കാര നിർബന്ധമില്ല ദാറുകളിൽ ചെന്നു അബ്ദുൻ അടിമക്ക് പിന്നെ മംലൂക്കുൻ മിൽക്കാക്കപ്പെട്ട ആള് ഒരു അടിമയുടെ ഒരാളിങ്ങനെ വിലക്കെടുത്തേക്ക് ഒരാൾക്ക് ജുമാ നിർബന്ധമില്ല പിന്നെ പെണ്ണുക്ക് നിർബന്ധമില്ല പിന്നെ സ്വബിയ് ചെറിയ കുട്ടിക്ക് നിർബന്ധ ജുമായില്ല അതല്ലാതെ രോഗമുള്ളക്കിട്ട ആളുക്ക് ജുമാ നിർബന്ധമില്ല നാലാളുകായിട്ട് ജുമാ നിർബന്ധമില്ല അത് ഹദീസ് ഉള്ളത് കൊണ്ടായിട്ട് പെണ്ണുങ്ങൾക്ക് ജുമാ നിസ്കാരം അവിടെ നിർബന്ധമില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അഭിനന്ദനಗಳು